രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയെയും ബോംബെറിഞ്ഞു കൊല്ലണം. ഇത് കേട്ടാൽ അപ്പോൾ തന്നെ ഇതാരാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് അറിയാൻ നമുക്കൊരു വല്ലാത്ത ആകാംക്ഷ ഉണ്ടാകും. ഇത് സെൽട്ടൻ എൽ ഡിസൂസ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് എന്ന വ്യക്തി മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിലാണ് ഇത്തരത്തിലൊരു പ്രകോപനവും ഒപ്പം തന്നെ വിവാദവുമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ഇതോടുകൂടി സിസ്റ്റർ ടീന ജോസ് വിവാദത്തിലായിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇറങ്ങും എന്ന് പറയുന്ന ഘട്ടം വന്നപ്പോൾ അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്തു കളയണം അവനെ. നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നായിരുന്നു കമന്റ്. സെൽട്ടൻ എൽ ഡിസൂസ എന്നാൽ നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും എന്ന TV ചാനലിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു ഡിസൂസയുടെ കുറിപ്പ് എന്ന് പറയപ്പെടുന്നു. പിന്നീട് കമന്റ് ഡിലീറ്റ് ചെയ്തുവെങ്കിലും സ്ക്രീൻഷോട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചു. ഈ കൊലവിളിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു. ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത് പ്രൊഫൈലിൽ നിന്നാണ് ഈ ടീന ജോസ് കമന്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടാവും. അഡ്വക്കേറ്റ് മേരി ട്രീസ PJ എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പേര്. അഭിഭാഷകയെന്നും എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചതെന്നും കൊച്ചിയിലാണ് താമസമെന്നും ഒക്കെ പ്രൊഫൈൽ ഇൻട്രോയിലുണ്ട്. ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയ ടീന ജോസിന്റെ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ആരും പ്രവർത്തിക്കുകയും ചെയ്യരുത്. ഇതിപ്പോ മന്ത്രി V ശിവൻകുട്ടി അടക്കം തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയെയും ബോംബെറിഞ്ഞു കൊല്ലണം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ്. ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള വ്യക്തമായിട്ടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നും ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ലെന്നും മന്ത്രി അടക്കം പറയുമ്പോൾ അതിൽ ചിലത് സത്യവുമാണ്. അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇത് നിയമരംഗത്തിന് തന്നെ നാണക്കേടാണ്. ഈ വ്യക്തി 2020യുടെ ഒരു കടുത്ത പ്രചാരകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതായത് 2020 എന്ന സാബു ജേക്കബിന്റെ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി. അപ്പോൾ 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായിട്ട് വ്യക്തമാക്കേണ്ടതാണ്. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അപ്പോൾ ഈ കൊലവിളി ആഹ്വാനം നടത്തിയ സിസ്റ്റർ ടീന ജോസിനെ തള്ളിക്കൊണ്ട് CMC സന്യാസിനി സമൂഹവും രംഗത്ത് വന്നു കഴിഞ്ഞു. സന്യാസിനി സമൂഹത്തിലെ മുൻ അംഗമായിരുന്നുവെങ്കിലും ടീന ജോസ് നിലവിൽ സന്യാസിനി സഭയുടെ ഭാഗമല്ല എന്ന് തന്നെയാണ് സന്യാസിനി സമൂഹം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ടീന ജോസിന്റെ അംഗത്വം സഭയുടെ കാനോനിക നടപടി പ്രകാരം 2009 ഏപ്രിൽ 4 റദ്ദാക്കിയിരുന്നു എന്നും നിലവിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ തീരുമാനത്തിലും അവരുടെ മാത്രം ഉത്തരവാദിത്തത്തിലുമാണ് എന്ന് CMC സന്യാസിനി സമൂഹം വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. 2009 മുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ നിയമപരമായ അനുവാദമോ അവകാശമോ ടീന ജോസിനില്ല. ഇപ്പോൾ അവർ നടത്തിയതായി പറയപ്പെടുന്ന പ്രസ്താവനയെ തങ്ങൾ അപലപിക്കുന്നുവെന്ന് സന്യാസിനി സമൂഹം തന്നെ പറയുകയും ചെയ്യുന്നു. അതിനിടെ സമൂഹ മാധ്യമം മുഖേന മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതിനെതിരെ DGPക്ക് പരാതിയും എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള സുഭാഷ് തീക്കാടനാണ് അത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുവാൻ ടീനയെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്? രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയെയും ആരെങ്കിലും ഒന്ന് ബോംബെറിഞ്ഞു കൊല്ലൂ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവന നടത്തുവാൻ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്? കാരണങ്ങൾ പറയുവാൻ സിസ്റ്റർ ടീന ജോസിന് നിരവധി ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു പ്രചാരണം നടത്താൻ ഇവർക്ക് നിയമപരമായി ഒരവകാശവുമില്ല. അത് ചെയ്യുന്നത് തെറ്റുമാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന സിസ്റ്റർ ടീന ജോസിനെ പോലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.